ായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആൻഡോ പല്ലിശ്ശേരിയാണ്. ഇപ്പോൾ എറണാകുളം അങ്കമാലി സിറിയൻ കാത്തലിക് വിഭാഗത്തിൻ്റെ സീറോ മലബാർ വിഭാഗത്തിൻ്റെ ഏകീകൃത കുർബാന വേണമെന്ന് പറയുന്ന സഭാമക്കളാണ് ഇപ്പോൾ ഇവിടെ നൂറുകണക്കിന് സഭാമക്കൾ ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത്. വിമത ആളുകളുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമതരുമായി ഇവിടുത്തെ തോമസ് മങ്ങട്ടച്ഛൻ ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു കള്ളപ്രചരണം നടത്തി ഇന്നിവിടെ കുർബാന ഉണ്ടെന്നും പറഞ്ഞ് നമുക്കറിയാം. ഇതിനു മുമ്പ് 16 കുർബാന ഇതിനകത്ത് കയറി 16 കുർബാന അർപ്പിച്ച് ഈ ബലിപീഠം മലീമസമാക്കിയവർ ഇപ്പോൾ ഈ കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് നമുക്കറിയാം, ആകെ ഇവിടെ കിട്ടിയിരിക്കുന്ന കോടതി വിധി ഈ ദേവാലയം കഴിഞ്ഞ 4 വർഷത്തിൽ കൂട്ടിയിട്ടിട്ട് തുറക്കാനുള്ള അനുവാദം കിട്ടിയത് കുദാശ നടത്താൻ മാത്രമാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇതാ ആ 4 കൊല്ലം മുമ്പ് ചെയ്ത ആ തെമ്മാടിത്തരം കാണിക്കുവാൻ 16 കുർബാന ചൊല്ലിയവർ ഇപ്പോൾ ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുകയാണ്. മിക്ക വിമതരും ഇവിടെ ഒത്തൊരുമിച്ച് കൂടി അവരുടെ വഴിപാട് വരെ അടക്കമുണ്ട്. ആ തരത്തിൽ യഥാർത്ഥ വിശ്വാസ മക്കളെ പേടിപ്പിക്കുന്ന രീതിയിലേക്കാണ്. നമ്മൾ ക്രൈസ്തവ സഭയെ, സിറിയൻ കാത്തലിക് സഭയെ വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ കത്തീഡ്രൽ പള്ളിയിലേക്ക് ഉടനെ എത്തിച്ചേരണം. കാരണം ഞങ്ങൾക്കിവിടെ പേടിയാണ്. ഒട്ടനവധി പ്രാവശ്യം ഞങ്ങൾ ഈ വിമതരുടെ തല്ലുകൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ യേശുവിനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇതുവരെയും ഞങ്ങൾ ഇവിടെ 5 മണിക്ക് വന്നതിനകത്തിരുന്ന് ഈ ദേവാലയത്തിനകത്ത് വന്നിരുന്ന് ജപമാല ചെല്ലുന്നതല്ലാതെ ഒരു കടുത്ത ഭാഷയും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പുറത്തു നിന്ന് ഞങ്ങളെ കേട്ടാൽ അറയ്ക്കുന്ന ചീത്ത വിളിക്കുകയും ഞങ്ങളെ പേടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. എന്നാൽ ഇവിടെ ജോസഫ് പാംബ്ലാനി പിതാവിനെ ഞങ്ങൾ വിളിച്ചപ്പോൾ ആ പിതാവ് ഇതിൽ നിന്ന് കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ബസിലിക്ക പള്ളിയുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ ജോസഫ് പാംബ്ലാനി പിതാവ് ഒരു കാരണവശാലും ഇടപെടില്ല എന്ന് പറയുകയാണ്. കാരണം ഇത് നിയമാനുസൃതമല്ല ഇപ്പോൾ ചെല്ലാൻ പോയ കുർബാന. ജോസഫ് പാംബ്ലാനി പിതാവിന് ഇടപെടാൻ കഴിയില്ല. പക്ഷേ ആ പിതാവ് ഒന്ന് കണ്ണു തറക്കണം. ഈ മക്കളെ തല്ലിടിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. ഈ പ്രശ്നം പരിഹരിച്ചിട്ട് പിതാവ് ഇവിടെ നിന്ന് പോകാവൂ. കാരണം ഞങ്ങൾ യഥാർത്ഥ ദൈവവിശ്വാസികൾ, യഥാർത്ഥ സിറിയൻ കാത്തലിക്കിൻ്റെ വിശ്വാസികൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഇല്ലിസെന്റ് കുർബാന ഒരു കാരണവശാലും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ മരണം വരെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഇന്ന് രാത്രി മുഴുവനും നാളെ രാത്രി ആയാലും നേരം വെളുത്തായാലും ഈ ദേവാലയത്തിൽ നിന്ന് ഒരു കാരണവശാലും ഞങ്ങൾ പോവുകയില്ല. ഒരിക്കൽ നമ്മൾ അനുഭവിച്ചതാണ് ഈ ബലിപീഠത്തെ മലീമസമാക്കിയത്. അത് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാവരും കഴിയുന്നവരെല്ലാവരും നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായ ബസിലിക്ക സെന്റ് മേരീസ് ബസിലിക്ക കത്തീഡ്രൽ ചർച്ചിലേക്ക് ഉടനെ എത്തണം. സഭാമക്കളെ രക്ഷിക്കണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ജോസഫ് പാംബ്ലാനി പിതാവും തട്ടിൽ പിതാവും ഉടനെ കഴിയുമെങ്കിൽ ഇവിടെ എത്തിയാൽ തീർച്ചയായും ഈ ദൈവമക്കളെ രക്ഷിക്കാൻ കഴിയും. പിതാവിന് സ്തുതി പറഞ്ഞുകൊണ്ട് ആൻഡോ പല്ലിശ്ശേരി നിർത്തുന്നു.